ഹലോ, ഞാൻ അനിത ജോസി, കൊല്ലം ഇരവിപുരം. നമ്മളുടെ നടക്കാൻ പോകുന്ന വെയർഹൗസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് അപ്ഡേഷൻ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം ഷോർട്ട് ലിസ്റ്റ് കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇനിയും സി വി തരാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ നമുക്ക് സി വി തരിക. ഇന്ന് ഞാൻ ലിസ്റ്റ് ഇട്ടപ്പോൾ കുറേ പേരുടെ പേര് ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞു. അവർ കൂടി നമുക്ക് കറക്റ്റാക്കി നാളെ തന്നെ ലിസ്റ്റ് തരണം. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 29-ാം തീയതി കൊച്ചി വെച്ച് നമ്മളെ ഇൻ്റർവ്യൂ നടത്തിയതുപോലെ തന്നെയാണ് ഈ വെയർഹൗസിൻ്റെ ഇൻ്റർവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് കൊല്ലത്ത് വെച്ച് നടത്തും. ആ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഓക്കെ ആയവർ മാത്രമായിരിക്കും ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൽ ഡയറക്റ്റ് കൊച്ചിയിൽ നടക്കാൻ പോകുന്ന വെയർഹൗസിൻ്റെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അപ്പം നമുക്ക് 100-ന് മുകളിൽ വേക്കൻസി ഉണ്ട്. എല്ലാവരും ചെയ്യുന്നത് പോലെ 10-20 വേക്കൻസിക്ക് വേണ്ടി നമ്മൾ കുറേ സി വി കളക്ട് ചെയ്യുകയല്ല. 100-ന് മുകളിൽ വേക്കൻസി ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഡബിൾ സി വി വെച്ചാൽ മാത്രമേ ഈ 100 പേര് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഓരോ കാൻഡിഡേറ്റ്സ് നന്നായി പെർഫോം ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്താണ് വെയർഹൗസ്, പാക്കിംഗ് എന്താണ്, പിക്കിംഗ് എന്താണ്, നന്നായി പഠിക്കുക. അതിലുപരി നിങ്ങളുടെ സി വി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സി വി ഞങ്ങൾക്ക് തരിക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. ഏജ് ലിമിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാവരും വന്ന് എൻ്റെ PM-ൽ ഏജ് ലിമിറ്റ് ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 43 ആണ്. 25 to 43 ആണ് ഈ വേക്കൻസിക്ക്. ഇത് ഓരോ വേക്കൻസിക്കും മാറി മാറി വരും. എങ്കിൽ പോലും മാക്സിമം 45 ആണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എടുത്തു പറയുന്നു, ഉടനെ ഉണ്ടാകും. മാക്സിമം ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ്, ഇന്ന് ഡേറ്റ് നവംബർ മാസം 19-ാം തീയതി, മാക്സിമം ആണ് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വെക്കും. അത് കഴിഞ്ഞ് ഉടനെ ഒരു ഡേറ്റ് നമുക്ക് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനുള്ള എൻ്റെ കാൻഡിഡേറ്റ്സ് എല്ലാവരും ഈ ഷോർട്ട് ലിസ്റ്റിൽ ആദ്യം പങ്കെടുക്കുക. പിന്നെ എടുത്തു പറയാൻ ഞാൻ വന്നൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സി വിക്കകത്ത് ഗൾഫ് മെൻഷൻ ചെയ്യാതിരിക്കുക. നാട്ടിലെ എക്സ്പീരിയൻസ് മാത്രം വെച്ചാൽ മതി. ഇപ്പം നമുക്ക് നാട്ടിലെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് കിട്ടും. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ സി വിക്കകത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സി വി വയ്ക്കുക. ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സി വിയുടെ ഒരു സെറ്റ് ബയോഡാറ്റ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. ഒറിജിനൽ പാസ്പോർട്ട്. നമ്മൾ ആരുടെയും പാസ്പോർട്ടോ കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന കാൻഡിഡേറ്റ്സ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. എങ്ങോട്ടും പോകുകയില്ല. അപ്പം ഒരു സെറ്റ് ബയോഡാറ്റ നിങ്ങൾ കരുതിയിരിക്കണം. അതിനകത്ത് നിങ്ങളുടെ ബയോഡാറ്റയ്ക്കകത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിരിക്കണം. ഗൾഫ് കഴിവതും ഒഴിവാക്കി വെക്കുക. പിന്നെ PCC കയ്യിലുള്ളവർ, ഗൾഫിലെ PCC കയ്യിലുള്ളവർ വെച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഖത്തറാണ് നിങ്ങൾ മെൻഷൻ ചെയ്തെങ്കിൽ ഒരിക്കലും നമ്മളുടെ സി വി അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. ഖത്തറൊക്കെ വെച്ചിട്ടുള്ളവർ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഇന്ത്യനിലെ ലൈസൻസ് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തരിക. ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം, ഉറപ്പായിട്ട്. പിന്നെ ഫോർ ലിഫ്റ്റൊക്കെ ഉള്ളവർ അറ്റാച്ച് ചെയ്തോ, കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. ഈ ഉടനെ ഒരു വിത്തിൻ 4-5-6 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളുടെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാകും. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കഴിവതും നിങ്ങൾ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുക. ഡെയിലി 8 to 9 1 മണിക്കൂർ നമ്മൾ നിങ്ങളെ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇത്യാദി കാര്യങ്ങൾ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും ആ ക്ലാസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരും ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഡെയിലി ഞാൻ ഓരോ ദിവസത്തെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത് കേട്ടോ. എന്തെങ്കിലും അറിയാതൊക്കെ പോകുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തെടുക്കാനും, ഒന്ന് വരുന്ന ഇൻ്റർവ്യൂവിന് എക്സ്പീരിയൻസ് ആകാനും, അതൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇതൊക്കെ ഒരു ഉപകാരപ്പെടും. അപ്പം ഞാൻ വലിച്ചിട്ട് പോകുന്നില്ല. അപ്പം സി വി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സി വി തരിക. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഒരു സി വി ഡെമോ ഇടും. അത് നോക്കി അറിയാത്തവർ ചെയ്യുക. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ഡെമോ വേണമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും മറന്നു പോയിരുന്നു. ഇപ്പോൾ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ചോദിച്ചവർക്ക് വേണ്ടിയും പുതിയ കാൻഡിഡേറ്റ്സ് ആണ് എൻ്റെ പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു ഡെമോ ഇട്ടിരിക്കുക. അത് നോക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.